മിൽമയുടെ കുപ്പിപ്പാൽ ഇന്നു മുതൽ വിപണിയിൽ. മന്ത്രി ജെ ചിഞ്ചുറാണി കുപ്പിപ്പാൽ പുറത്തിറക്കി. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുപ്പിപ്പാൽ പുറത്തിറക്കിയിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കുപ്പി തിരിച്ചെടുക്കുന്ന പദ്ധതിയും പരിഗണനയിലുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. മിൽമ പാല് പോയി കവറിലാണ് മേടിക്കുന്നത്. ആ കവറും നമ്മുടെ വീട്ടിൽ അധികം വരികയാണ്. പ്ലാസ്റ്റിക്കാണ്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ട്. അപ്പം പയ്യെ പയ്യെ പടിപടിയായിട്ട് നമുക്കിത് ബോട്ടിലാക്കി കഴിയാമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗം നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഒരുപക്ഷെ ഈ മിൽമ ബോട്ടിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ തിരിച്ചെടുക്കേണ്ടുന്ന അവസ്ഥയും ഉൾപ്പെടെ വരും എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്ക് 3 ദിവസം വരെ ഈ പാൽ ഉപയോഗിക്കാമെന്നുള്ളൊരു പ്രത്യേകത, അത് കൗവിൻ്റെ മിൽക്ക് മാത്രമായിരിക്കുമെന്നുള്ളൊരു പ്രത്യേകത, മിനിമം 70 രൂപ കൊടുക്കണമെന്നുള്ള പ്രത്യേകതയൊക്കെ ഉള്ളത് നമ്മുടെ മിൽമ പറയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുപ്പിപ്പാൽ 3 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തർക്കം, ഇന്ത്യൻ എക്കണോമി കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ 50% ചുങ്കം ഏർപ്പെടുത്തും എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണിയാണ്. ഭീഷണിക്ക് കുറച്ചൊക്കെ അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഒരു മാസം മുമ്പ് പറഞ്ഞു, Indian economy and Russian economies are two dead economies because they are having the highest tariff rate in the world. ആ താരിഫ് റേറ്റ് ഇറക്കുമതി ചുങ്കവും കയറ്റുമതി ചുങ്കവും അല്ല, ഇന്ത്യക്കകത്തെ ഡൊമസ്റ്റിക് താരിഫും വളരെ വലുതാണെന്നാണ് ട്രംപ് പറഞ്ഞത്. സംസ്ഥാനങ്ങളുടെ വരുമാനത്തെയും കൺസ്യൂമർമാരെയും എങ്ങനെ ബാധിക്കും എന്നുള്ള പ്രശ്നമുണ്ട്. റവന്യൂ ന്യൂട്രൽ റേറ്റ് വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ ഖജനാവ് കാലിയാവും. കസ്റ്റമർക്ക് ഈ ഗുണം കിട്ടുമോ ഇല്ലയോ?